ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് 2-3 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് വരികയാണ്. ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ, ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ലല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണുന്നു, അതിനു വേണ്ടി വന്നതാണ്, തിങ്കളാഴ്ച തിരിച്ചു പോകുന്നു. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര ഒരു വണ്ടറാണ്. ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ്. ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും ലൂസിഫർ കഴിഞ്ഞിപ്പോൾ എംബ്രാൻ വരികയാണ്. വി ആർ ഓൾ വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രെത്ത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ജർമ്മനിയിൽ നിന്ന് ആളുകൾ സിനിമ കാണാൻ നാട്ടിലെത്തി എന്ന് പറഞ്ഞതുപോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു. കൊച്ചിയിലൊരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് 27th. ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എംപുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് കാണുന്നത്. ആൻഡ് ദാറ്റ്സ് സോ ഗ്രേറ്റ് ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ്, ലൈക്ക് യു സെഡ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സൂപ്പർ ഹീറോ, അങ്ങനെ തന്നെ പറയാം അല്ലേ? യെസ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൂസിഫറിൽ ഇറങ്ങിയതിനു ശേഷം ചോവി തന്നെ പറയുകയുണ്ടായി, പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മുണ്ടെടുക്കാൻ എന്ന ഡയലോഗ് പറയിപ്പിക്കാനാണ്. സോ ഇനി എമ്പുരാന് ശേഷം ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് ആകോ? യെസ്, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഈ ഒരു സിനിമയുടെ മാത്രമല്ല, ലൂസിഫറിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിലും വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ പോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിലുണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാറിൻ്റെ പേര് തെറ്റി വിളിക്കുന്നത്. ഞാൻ തമാശകളല്ല, സത്യമായിട്ടും ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഒരുമിച്ച്. ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു. അതിൽ വലിയ സന്തോഷം. വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത്. സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട്. വലിയ സന്തോഷം. ആന്റണി ചേട്ടനും ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങളിങ്ങനെ സമയം കിട്ടും, ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും. എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ ഞാനിപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ടിയാറ് വരെയുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്ര എളുപ്പമല്ല. ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, പലപ്പോഴും പതറിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ദ്രേട്ടൻ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2-3 സിനിമകളെ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും മൗനത്വം എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഒരവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ദ്രേട്ടൻ്റെ കൂടെയും പിന്നെയും ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. മഞ്ജു ചേച്ചി, ഞാൻ കുറച്ച് നേരത്തെ വേറൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ സിനിമയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ആ സിനിമയിലും ഉണ്ടായിരുന്നു. ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ്. വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. വലിയ സന്തോഷം.
പിന്നെ രാജുവേട്ടനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ 7th Day എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. ഇത് 2014 അപ്പോൾ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, രാജുവേട്ടനായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കുറേ. ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ടതൊന്നല്ല, കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എന്നിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് രാജുവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. അന്ന് 7th Day ഷൂട്ടിൻ്റെ സമയത്ത്. അതിനുശേഷം എന്ന് നിന്റെ മൊയ്തീൻ ചെയ്തു. ആ സമയത്തും സിനിമയുടെ റിലീസിൻ്റെ അന്ന് ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ ഒരുപാട് സന്തോഷം, സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും, എൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്, സന്തോഷം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത്, നിനക്ക് ഇനി വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും, നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ, അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരികയാണ്. അപ്പോൾ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു 90% എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളുകളാണ്. അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി, പുള്ളിക്ക് അത് അന്നേ മനസ്സിലായി. അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആൾ രാജുവേട്ടനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് ക്യാരി ചെയ്ത്, അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് ഞാൻ എപ്പോഴും അസൂയയോടെ നോക്കി നിന്നിട്ടുള്ള ഒന്നാണ്. ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് ചിലപ്പോൾ തോന്നുന്നു. അപ്പോൾ വീണ്ടും ഈ സിനിമയിൽ എന്നെ ഭാഗമാക്കിയതിൽ ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പണ്ടത്തേനേക്കാൾ അഭിനയം മെച്ചപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട് കേൾക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് 2014 കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ്. ഞങ്ങൾ ഒരു സീനിലെങ്കിലും കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട്. അന്ന് അതിൻ്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ, അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളാകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത്. അന്ന് ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടന് ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പിൽ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് ആരാണ് നിൽക്കുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ, ആരും മംഗലശ്ശേരി നീലകണ്ഠനാണോ, അതല്ലെങ്കിൽ ദാസനും മറ്റേ നമ്മുടെ നാടോടിക്കാറ്റിലെ അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത്, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായത്. അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമ്പുരാനിൽ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു. ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടൻ വന്നിട്ട് 47 വർഷമായി. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന, ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് ഇപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക, ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും മൂട്ട് ചെയ്യുന്നത്. ക്ലോസപ്പിൻ്റെ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ മോനെ ഞാൻ നിൽക്കണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ചേട്ടൻ നിന്നാൽ സന്തോഷം, നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടന് മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു പേപ്പർ കഷ്ടത്തിൽ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്. അതിൻ്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിൻ്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സിനിമയോടൊപ്പം ജതിൻ രാംദാസിന്റെ മാസ് ഡയലോഗ്സ് കേൾക്കാൻ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാവുന്നതാണോ മാസ് ഡയലോഗ്? യെസ്, ഓൾ റൈറ്റ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ എംപുരാനിലെ ബ്രദർ സിസ്റ്റർ ഡുവോലെ ബ്രദറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരു കംപ്ലീഷൻ പോലെ ഇനി സിസ്റ്ററിന്റെ വാക്കുകൾ കേൾക്കണം അല്ലേ? സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം പ്രിയദർശിനി രാംദാസ് ഓർ അവർ വെരി ഓൺ മഞ്ജു ചേച്ചി. സോ മഞ്ജു ചേച്ചി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കരിയറിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറാണ് പ്രിയദർശിനി രാംദാസ് എന്ന്. സോ കമ്മിങ് ടു എംപുരാൻ, ഹൗ ഇസ് ഷീ? ഒരു കാര്യം നമുക്കറിയാം, ഷീ ഈസ് ഗെറ്റിംഗ് വെരി യങ്. സോ യെസ്, സോ പ്ലീസ് മഞ്ജു ചേച്ചി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അമിൻ പറഞ്ഞത് പോലെ എൻ്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു പക്ഷേ ലൂസിഫർ എന്ന സിനിമയായിരിക്കും. ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ നായകനായി അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ രാജുവിൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പരിചയം എനിക്കില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ രാജുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. അതായത് രാജുവിന് സിനിമയോടുള്ളൊരു പാഷനും സിനിമയെക്കുറിച്ചുള്ളൊരു അറിവും അതൊക്കെ സാധാരണ പോലെയല്ല, അതിലൊക്കെ എത്രയോ വലുതാണ് എന്നറിഞ്ഞിരുന്നു. അപ്പോൾ ആ രാജു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഇങ്ങനൊരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൈവമേ, ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം പോലെ ആ സിനിമയിൽ ഭാഗമാവുകയും ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. രാജു എന്ന സംവിധായകനെ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടറിഞ്ഞ അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ലാലേട്ടനോടൊപ്പം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം അളവിൽ കവിഞ്ഞ സ്നേഹം പ്രേക്ഷകർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനവും എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ്. അപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലും ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയിലും ആ യാത്ര വളരെ സന്തോഷത്തോടെ തുടരുകയാണ്. അപ്പോൾ ഇത്തരം ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ സംഭവിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലാണ്. എന്നെ പ്രിയദർശിനി എന്ന കഥാപാത്രം എൻ്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച രാജുവിനും മുരളിക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഒപ്പം എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ലാലേട്ടനോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇത് അർഹിക്കുന്ന ഒരു വലിപ്പവും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മടിയുമില്ലാതെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആന്റണി ചേട്ടനെ പോലെ, ഗോകുലം ഗോപാലൻ സാറിനെ പോലെയുള്ള വലിയ നിർമ്മാതാക്കളുടെ ശക്തി ഈ നൽകുന്ന ശക്തി ഈ സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇന്ദ്രനും ടുവിയൊക്കെ ഞങ്ങൾ കോ ആക്ടേഴ്സ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഈ പ്രൊമോഷൻ്റെ യാത്രകളും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഒക്കെ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഒന്നാണ് ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് പറയാനുള്ളത്. ലാലേട്ട, രാജു, ആന്റണി ചേട്ട, ഗോപാലൻ സർ, മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുകയും മുന്നിട്ടിറങ്ങി ധൈര്യത്തോടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതിന് സിനിമയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമ പോലെ അതിനേക്കാളേറെ എമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട്. നാളെ എല്ലാവരും സിനിമ കണ്ട് ആസ്വദിക്കുക. താങ്ക് യു. നോ ഡൗട്ട് ദാറ്റ് എമ്പുരാൻ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും എന്നുള്ളതിൽ എത്ര വട്ടം തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത് മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ചേച്ചി. വലിയ സന്തോഷം. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഞാൻ ഈ സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട്. അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളുണ്ടായിരുന്നു. നമുക്കൊരു പക്ഷേ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അതിന് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. ഒന്ന് എൻ്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ, ശ്രീ ഗോകുലം ഗോപാലൻ സർ, കൃഷ്ണമൂർത്തി, ഗണേഷ് ഇവിടെ ഉണ്ടോ? ഇല്ല, ഗണേഷ് പിള്ളை ഇങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്.
പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട്. ഈ സിനിമയെ ഇത്ര വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെക്കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇത് മാറില്ലായിരുന്നു. ഒരു ചെറിയ സിനിമയാണ്. പിന്നെ എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ്. സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ലാലേട്ടൻ, ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ്. അദ്ദേഹം എൻ്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും. ലൂസിഫറിന്റെ 2ാം ഭാഗം ആയ എമ്പുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു. കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡപ്പ് ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും. ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട്, അതൊന്ന് പ്രിപ്പയർഡ് ആകണം, നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരു 50% വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന്. പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എൻ്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീളം എൻ്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ്. ഒരു 6 മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത്. ആ ഒരു 6 മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട 2 വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവൂരുമാണ്. അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാകുന്നത്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും, ഒരു വാം വെൽക്കം. ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു. അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആന്റണി പറഞ്ഞ പോലെ ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എമ്പുരാൻ. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത്. ഞാൻ സിനിമയിൽ വന്നിട്ട് 47 വർഷമായി. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ. ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത്. കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ മൈൻഡിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ്, നസീർ സാറായാലും മധു സാറായാലും തിക്കുറിശി സാർ, SP പിള്ള സാർ, നെടുമുടി വേണിച്ചൻ, ഒരുപാട് പേരുടെ സുഖമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഗോപിച്ചേട്ടൻ, തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ, അമിതാഭ് ബച്ചൻ സാർ, നാഗേശ്വർ റാവു സാർ, രാജ്കുമാർ സാർ, ഒത്തിരി പേരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സിനിമയല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയവുമില്ല.
എന്തായാലും ഞങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു. അതൊരു അന്ന് പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല. മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു. ഞാൻ വാനപ്രസ്ഥം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങളായി. അത് വലിയ വർഷമാണ്. അന്ന് ചെറുത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല. എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും, ഒരു ചെറിയ സ്റ്റേറ്റിൽ നിന്ന് എത്ര വലിയ സിനിമകൾ. അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ്. ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആൻ്റണിക്കില്ല. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി. അതാണ് പൃഥ്വിരാജൻ. ഞാൻ വിശ്വസിക്കുന്നു അതൊരു നിമിത്തമാണ്. അപ്പോൾ അതിന് ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു, മുരളി ഗോപിയോട് നന്ദി പറയുന്നു, ആൻ്റണിയോട് വലിയൊരു നന്ദി പറയുന്നു. കാര്യം ഇതൊരു തോന്നലാണ്. അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആ തോന്നലിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ. ഇത് 34ാമത്തെ സിനിമയാണ്. 35ാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം. എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് എമ്പുരാൻ എന്ന സിനിമയുടെ തുടക്കം. ഇപ്പോൾ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, ഈ കഥ 3 സിനിമകളായിട്ടാണ് വരുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു കഥയുടെ രൂപമുണ്ട്. അതിനെല്ലാം അവർ തയ്യാറാണ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ സീക്വൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിരീടം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാടോടിക്കാറ്റിൻ്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സീക്വലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ 3 സിനിമ ചെയ്യും. എങ്ങനെ? ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ. അങ്ങനെ ലൂസിഫറിൻ്റെ 50ാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ്, എമ്പുരാൻ. അന്ന് ഇതെത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമ്മൾ പറയുന്നു എമ്പുരാൻ്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു 3rd പാർട്ടുണ്ട്. അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസ്സിനെ അനുസരിച്ചിരിക്കും. കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ ഒരു 2 വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച്, അഭിനയം മാറ്റിവെച്ച്, അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ എൻ്റെ ഈ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി, ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ USA, UK, ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ. അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. പലരും ചോദിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ്. ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമയാകില്ല. ഇപ്പോൾ 1000 കോടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു. കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതെല്ലാം ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി. അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത്. ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് 45 വർഷമായിട്ട് അറിയാം അദ്ദേഹത്തെ. ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ 45 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പം കാണുമ്പോഴും അതേ ചിരിയും അതേ. പിന്നെ ഇതിനൊരു മനസ്സ് വേണം ഒരു സിനിമയെ സഹായിക്കാൻ. ഒരു ഗോപാലേട്ടൻ നമ്മൾ വിളിച്ച് ഗോപാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ മണി അത് ഞാൻ കുറച്ച് കഷ്ടമാണ്, നമുക്ക് പിന്നെ ചിന്തിക്കാം, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾക്ക്. ഇതിനുമുമ്പ് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അന്ന് സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്.
പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലേട്ടൻ ഞങ്ങൾ കാത്തിരുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട, വേറെ നന്ദി പറയേണ്ട മിസ്റ്റർ കൃഷ്ണമൂർത്തിയോടാണ്. തീർച്ചയായിട്ടും ഗണേഷ് പിള്ള, കൃഷ്ണമൂർത്തിയൊക്കെ വളരെയധികം ഞാൻ ചോദിച്ചു എത്ര നാളായി വീട്ടിൽ പോയിട്ടെന്ന്. അപ്പോൾ പറഞ്ഞു 3-4 മാസമായിരുന്നു. ഞാൻ ആ 3-4 മാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ. ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 1350 സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് UAE-ലേത് 1000 ഒന്നുമല്ല, എത്രയാണ് ആന്റണി? 1000 നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയും. അതുപോലെ ജർമ്മനിയിൽ എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ, ഇതൊരു നിമിത്തമാണ്. ഇത് സംഭവിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു യു. ഞങ്ങളൊരു കാര്യമുണ്ടാക്കി, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇതൊരു എൻ്റർടൈനർ ആണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കലാമൂല്യം. അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും, സാറേ സിനിമ എന്തായി? കാര്യം ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത്, ഇതൊരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന്. എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ. ഞാൻ പറഞ്ഞൊരു ബാഹുബലി, ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത്. ഒരു KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ. അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് എമ്പുരാൻ വഴിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക്, ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക്, പ്രേക്ഷകർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എമ്പുരാൻ നല്ലൊരു വിജയമായി മാറട്ടെ. നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ്. ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത്. നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.